Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഇലക്ട്രോണിക്സിലെ ഒരു പുതിയ ടോപ്പിക്കാണ്. അതാണ് AC വോൾട്ടേജ് കൺട്രോളർ. ഓക്കെ, നമുക്ക് എന്താണ് AC വോൾട്ടേജ് കൺട്രോളർ എന്ന് നോക്കാം. AC വോൾട്ടേജ് കൺട്രോളറുടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സിലൊന്നാണ് AC വോൾട്ടേജ് കൺട്രോളർ. നമുക്കത് നോക്കാം. അപ്പോൾ AC വോൾട്ടേജ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ ദേ ആർ തൈറിസ്റ്റർ ബേസ്ഡ് ഡിവൈസുകൾ തന്നെയാണ് വിച്ച് കൺവേർട്ട് ഫിക്സഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഓക്കെ, ഇത് ഫിക്സഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ വേരിയബിൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഇതാണ് ഡെഫിനേഷൻ. ഓക്കെ, ഒരു ഫിക്സഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ വേരിയബിൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി മാറാതെ, അതാണ് കീ പോയിന്റ്. ഓക്കെ, പിന്നെ മെയിൻ ആപ്ലിക്കേഷൻസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ്, ട്രാൻസ്ഫോമർ ടാപ്പ് ചേഞ്ചിങ്, ലൈറ്റിംഗ് കൺട്രോൾ, സ്പീഡ് കൺട്രോളൊക്കെ ഉപയോഗിക്കും. പിന്നെ AC വോൾട്ടേജ് കൺട്രോൾ എന്ന് വെച്ചാൽ ഏത് ഡിവൈസാണ്? ഫേസ് കൺട്രോൾഡ് ഡിവൈസാണ്. അപ്പോൾ ആൽഫയൊക്കെ വരും. ഓക്കെ, ആൻഡ് നോ കോംപ്ലക്സ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് ഈസ് റിക്വയർഡ്. കോംപ്ലക്സ് സർക്യൂട്ടൊന്നും വരില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹാർമോണിക്സ് ഉണ്ടാവും ഇവിടെയും. സപ്ലൈ കറണ്ടിലുണ്ടാവും ആൻഡ് ലോഡ് വോൾട്ടേജിലൊക്കെ ഹാർമോണിക്സ് ഉണ്ടാവും. ഓക്കെ, അറ്റ് പർട്ടിക്കുലർ റെഡ്യൂസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽസിൽ ഹാർമോണിക്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ ട്രാൻസ്ഫോമർ ടാപ്പ് ചേഞ്ചേഴ്സിൽ ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള പോയിന്റും കൂടി ജസ്റ്റ് ഒന്നാണ്. അപ്പോൾ മെയിൻ പോയിന്റ് ഇതാണ്, ഫിക്സഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വേരിയബിൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് ഇതിനുള്ള രണ്ട് കൺട്രോൾ സ്ട്രാറ്റജീസ് ഉണ്ട്. ഒന്നാമതാണ് ഫേസ് കൺട്രോളും ഇൻ്റഗ്രൽ സൈക്കിൾ കൺട്രോളും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ് കൺട്രോളാണ്, അതാണ് കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫേസ് കൺട്രോൾ നമ്മൾ സാധാരണ മറ്റേ ഫേസ് കൺട്രോൾ തന്നെ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ ആറിലോട് എങ്ങനെയാണ് പഠിച്ചത് അത് തന്നെ സാധനം, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഫേസ് കൺട്രോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ഫേസ് ഹാഫ് വേവ് വോൾട്ടേജ് കൺട്രോളറാണ്. ഓക്കെ, സിംഗിൾ ഫേസ് ഹാഫ് വേവ് വോൾട്ടേജ് കൺട്രോളർ. അപ്പോൾ സിംഗിൾ ഫേസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് തൈറിസ്റ്റർ വരെ ഒരു തൈറിസ്റ്ററും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേക സർക്യൂട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഒരു തൈറിസ്റ്ററും ഒരു ഡയോഡും ആൻറ്റി പാരലൽ. ക്ലിയർ? അപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? വർക്കിംഗ് വളരെ എളുപ്പമാണ്. SCR ഫോർവേഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ SCR ഫോർവേഡ് ബയസ്ഡ് ആവും. നമ്മൾ അറിയാമല്ലോ ഏത് ആംഗിളിലാണ് ഓൺ ആവുക, ഒരു ഫയറിംഗ് ആംഗിളിൽ ഓൺ ആവും. ഓക്കെ, ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് ഒന്നും വരച്ചിട്ടില്ല, അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നേരിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ലോഡ് വോൾട്ടേജ് മാക്സിമം വരും അല്ലേ, VM വരെ പോവും. ലോഡ് കറണ്ട് ആണെങ്കിൽ VM/R. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ 0 മുതൽ π വരെ വെച്ചാൽ നമ്മൾ ആൽഫയിലാണ് ട്രിഗർ ചെയ്യുക. അപ്പോൾ ആൽഫ മുതൽ π വരെ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ സപ്ലൈ വോൾട്ടേജ് തന്നെ കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക, അതായത് π മുതൽ 2π വരെ നല്ല നെഗറ്റീവ്. അപ്പോൾ ആഫ്റ്റർ π എന്ത് സംഭവിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഫോർവേഡ് ബയാസ് തന്നെയാണ് ആവുക. അതിന് വേറെ ആരുണ്ടാവും ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഒരു ഡയോഡാണ് ഉണ്ടാവുക. അപ്പോൾ ഡയോഡ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ ഫയറിംഗ് ആംഗിളിൻ്റെ ഡിലേ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡയറക്റ്റ് π തൊട്ട് തന്നെ വേവ് ഫോം വരും. അപ്പോൾ ഡയോഡ് D1 എവിടെ തൊട്ട് എവിടെ വരെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, π മുതൽ 2π വരെ. അപ്പം ഡയോഡ് D1 കണ്ടക്ട്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡയോഡ് D1 കണ്ടക്ട്സ് ഫ്രം π മുതൽ 2π, T1 കണ്ടക്ട്സ് ഫ്രം ആൽഫ മുതൽ π. ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് വേവ് നമ്മുടെ AC വോൾട്ടേജ് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏത് വോൾട്ടേജ് മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺട്രോൾ ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫയറിംഗ് ആംഗിൾ ആൽഫ. പക്ഷേ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കൺട്രോളൊന്നുമില്ല, അതൊരു ഡയോഡിൻ്റെ അക്രോസ് ആയതുകൊണ്ട് തന്നെ അത് ഫുൾ വോൾട്ടേജ് ഇവിടെ റിവേഴ്സിൽ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഈ സിംഗിൾ ഫേസ് ഹാഫ് വേവ് വോൾട്ടേജ് കൺട്രോളറിനെ ഇങ്ങനെയും വിളിക്കും, സിംഗിൾ ഫേസ് യൂണി ഡയറക്ഷണൽ വോൾട്ടേജ് കൺട്രോളർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഐഡൻറ്റിക്കൽ അല്ലല്ലോ, രണ്ടും വ്യത്യാസമല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ DC കമ്പോണൻറ്റിന് വരെ കുറച്ച് അൺഡിസൈറബിളായ ഹാർമോണിക്സും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഹാഫ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യും, മറ്റേ ഹാഫ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യില്ല. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ T1 ട്രിഗർ വരും, പിന്നെ ഡയോഡിലെ രണ്ടാമത്തേൽ വരും. ക്ലിയർ അല്ലേ? ഇനി ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫേസ് കൺട്രോൾ. നമ്മൾ നേരത്തെ ആൽഫ മറ്റേതിൽ പഠിച്ച അതേ സാധനം, ഒരു വ്യത്യാസമുള്ള ആ ട്രിഗറിങ് ആംഗിൾ ആൽഫ കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആവറേജ് വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ എന്താ വരിക, 1/2π എവിടെ തൊട്ട് എവിടെ വരെയാണ് കണ്ടക്ഷൻ, ആൽഫ മുതൽ
നമ്മൾ ടോട്ടൽ എടുക്കണം, 2π വരെ എടുക്കണം അല്ലേ. അപ്പോൾ ആൽഫ മുതൽ 2π വരെ Vm sin omega t d omega t, that will be Vm by 2π into minus cos omega t alpha to 2π. Your answer will be Vm by 2π into cos alpha minus 1. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. സോ ഇക്വേഷൻ വിൽ ബി Vm by 2π into cos alpha minus 1. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. കുറേ ഇക്വേഷൻസ് ആയി പഠിക്കുന്നു, അതുകൊണ്ട് ഇക്വേഷൻസ് ഒക്കെ ഒരു പ്രത്യേക നോട്ടിലാക്കി എടുത്ത് വെച്ചു. ഞാൻ പറ്റുവാണെങ്കിൽ ലാസ്റ്റ് കുറേയൊക്കെ എന്ത് ചെയ്യാം, സമ്മപ്പും ചെയ്തു തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്ലിയർ ആയിട്ട് എല്ലാത്തിൻ്റെ ഇക്വേഷൻസും ഓർത്തോർത്ത് എഴുതി വെച്ചോളൂ. ഓക്കെ, ഞാൻ എന്തായാലും ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ലാസ്റ്റ് എടുക്കാം. അങ്ങനെയാകുമ്പോൾ എല്ലാം കൂടി ഒന്നൊരു സോർട്ട് ഔട്ട് ചെയ്യാം. പിന്നെ അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഏത് പഠിക്കാൻ, സിംഗിൾ ഫേസ് ഹാഫ് വേവ് AC വോൾട്ടേജ് കൺട്രോളർ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ഫേസ് ഫുൾ വേവ് വോൾട്ടേജ് കൺട്രോളർ പഠിക്കാനുണ്ട്. ഫുൾ വേവ് വോൾട്ടേജ് കൺട്രോളർ പ്രത്യേകത, നേരത്തെ T1 D1 ആയിരുന്നു, ഇവിടെ 2 തൈറിസ്റ്റർ തന്നെ ആൻറ്റി പാരലൽ വെച്ചാൽ മതി. അപ്പോൾ 2 തൈറിസ്റ്റർ തന്നെ SR SCRനെ ആൻറ്റി പാരലൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആൽഫയിൽ ട്രിഗർ ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും അടുത്ത ട്രിഗറിങ് വരും അല്ലേ. അപ്പം നിങ്ങളുടെ ഫസ്റ്റത്തെ SCR T1 എവിടെ തൊട്ട് എവിടെ വരെ കണ്ടക്ട് ചെയ്യും, ആൽഫ മുതൽ π വരെ. T2 π പ്ലസ് ആൽഫ മുതൽ 2π വരെ. ക്ലിയർ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് ട്രിഗർ ചെയ്യും, സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ ട്രിഗർ ചെയ്യും. ഓക്കെ, അതിനിപ്പം നിങ്ങളോട് ചോദിക്കുവാണ് T1 എവിടെ തൊട്ട് എവിടെ കണ്ടക്ട് ചെയ്യുന്നത്, ആൽഫ മുതൽ π വരെ. T2 എവിടെ തൊട്ട് എവിടെ കണ്ടക്ട് ചെയ്യുന്നു, π പ്ലസ് ആൽഫ മുതൽ 2π വരെ. ക്ലിയർ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ വേവ് ഫോമിൻ്റെ വോൾട്ടേജ് തന്നെയല്ല നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അല്ലേ. നേരത്തെ ഇവിടെ നിന്നായിരുന്നു തുടങ്ങിയത്, അതുകൊണ്ട് ഐഡൻറ്റിക്കൽ ആയിരുന്നില്ല. ഇവിടെ രണ്ടും ഐഡൻറ്റിക്കലാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഫുൾ വേവ് വോൾട്ടേജ് റെഗുലേറ്ററിൽ 2 വേവ് ഫോം എന്താണ്, ഐഡൻറ്റിക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ബൈ ഡയറക്ഷണൽ കൺട്രോളർ എന്ന് വിളിക്കും. നേരത്തെ ഒരു മാത്രമേ വേവ് ഫോം ഐഡൻറ്റിക്കൽ ആയുള്ളൂ, അതുകൊണ്ട് തന്നെ യൂണി ഡയറക്ഷണൽ വോൾട്ടേജ് കൺട്രോളർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എന്താണ്, ഇതിനെ ബൈ ഡയറക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷനോ RMS വോൾട്ടേജ് നോക്കാം. 1/π ആൽഫ മുതൽ π വരെ എടുത്താൽ പോരെ, Vm², കാരണം നമുക്ക് ഒരെണ്ണം മാത്രം മതി അല്ലേ, ഹോൾ റേസ് ടു ഹാഫ്. സോ ആൻസർ വിൽ ബി, അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഓർത്ത് വെച്ചോ, Vm/√2 ഇൻറ്റു 1/π π minus alpha plus sin 2 alpha divided by 2 whole raised to half. ക്ലിയർ. ഇതിൻ്റെ ആവറേജ് വോൾട്ടേജോ, ഇതിൻ്റെ ആവറേജ് വോൾട്ടേജ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ആവറേജ് വോൾട്ടേജ് 0 അല്ലേ, കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെയല്ല ഐഡൻറ്റിക്കലായിട്ട് നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 വോൾട്ടേജും ക്യാൻസൽ ആവൂലേ, അപ്പോൾ ആൻസർ എത്ര വരും, ആവറേജ് എടുക്കുമ്പോൾ എത്ര വരും, ഇറ്റ് വിൽ ബി 0. ക്ലിയർ, ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ സിംഗിൾ ഫേസ് ഫുൾ വേവ് നമ്മുടെ വോൾട്ടേജ് കൺട്രോളറിലാണ് എന്ത് ചെയ്യുന്നത്, ആവറേജ് വോൾട്ടേജ് 0. മറ്റേതിലുണ്ടായിരുന്നു Vm/2π ഇൻറ്റു കോസ് ആൽഫ മൈനസ് 1 അല്ലേ, Vm/2π ഇൻറ്റു കോസ് ആൽഫ മൈനസ് 1. ആ പോയിൻറ്റും കൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ, RMS അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഫോമുല മാത്രം ഒന്ന് പഠിച്ച് വെച്ചേക്ക് കേട്ടോ, മറിഞ്ഞിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ വോൾട്ടേജ് കൺട്രോളർ, വേറെ ഒന്നും കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ കൺക്ലൂഷൻ ഇതാണ്, the voltage controllers are nothing but similar to our phase controlled rectifier പോലെ തന്നെയാണ്. The phase relationship between the start of the load current and the supply voltage is controlled by varying the firing angle. Firing angle control ആണ്. As the controlled output is AC ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, phase controlled AC voltage controller അല്ലെങ്കിൽ simply AC voltage controller എന്ന് വിളിക്കുന്നത് അല്ലേ. phase controlled AC voltage controller അല്ലെങ്കിൽ simply voltage controller എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് ഏതിനെക്കുറിച്ച് പറയാൻ, നമ്മുടെ AC വോൾട്ടേജ് കൺട്രോളറിനെ കുറിച്ച് പറയാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രൽ സൈക്കിൾ കൺട്രോൾ അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സെവറൽ ആപ്ലിക്കേഷൻസ് ഇൻ വിച്ച് ദ ടൈം കോൺസ്റ്റന്റ് ഈസ് ഓഫ് സെവറൽ സെക്കൻഡ്സ്. ഒരു സെക്കൻഡ്സ് ഉള്ള ടൈം കോൺസ്റ്റന്റ് ഉള്ള ആപ്ലിക്കേഷൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോർ സ്പീഡ് കൺട്രോൾ ഡ്രൈവ്സ് ദിസ് മെക്കാനിക്കൽ ഓർ തെർമൽ ടൈം കോൺസ്റ്റൻസ് ഫോർ ഹീറ്റിംഗ് ലോഡ് ഈസ് ക്വൈറ്റ് ഹൈ. ഓക്കെ, മെക്കാനിക്കൽ തെർമൽ ടൈം കോൺസ്റ്റൻറ്റ് ഹീറ്റിംഗ് ലോഡ്സിന് കൂടുതലാണ്. ഫോർ സച്ച് ആപ്ലിക്കേഷൻസ് ഓൾമോസ്റ്റ് നോ വേരിയേഷൻ ഇൻ സ്പീഡ് ഓർ ടെമ്പറേച്ചർ ഇസ് നോട്ടീസ്ഡ് ഇഫ് കൺട്രോൾ ഈസ് അച്ചീവ്ഡ് ബൈ
connecting the load to source for some on cycle and then disconnecting the load for some off. കുറച്ച് ലോഡിൽ എന്ത് ചെയ്യും ഓൺ സൈക്കിളിൽ കണക്ട് ചെയ്യും, പിന്നെ കുറച്ച് ലോഡിൽ എന്ത് ചെയ്യും ഓഫ് സൈക്കിൾ കണക്ട് ചെയ്യും. അങ്ങനെ വ്യത്യസ്തമായുള്ളൊരു പരിപാടിയാണ് എന്ത് ഇൻ്റഗ്രൽ കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഈ ഫോം ഓഫ് പവർ കൺട്രോളിനെയാണ് എന്ത് ചെയ്യുന്നത് ഇൻ്റഗ്രൽ കൺട്രോൾ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സോ ദ ഇൻ്റഗ്രൽ സൈക്കിൾ കൺട്രോൾ കൺസിസ്റ്റ് ഓഫ് സ്വിച്ചിങ് ഓൺ ദ supply to load for an integral number of cycles and then switching off the supply for further number of cycles. അപ്പോൾ ഒരു നമ്പർ ഓഫ് സൈക്കിൾസ് സ്വിച്ച് ഓൺ ചെയ്യും, മറ്റേ നമ്പർ ഓഫ് സൈക്കിൾസ് എന്ത് ചെയ്യും സ്വിച്ച് ഓഫ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് കൺട്രോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്പോൾ ഇൻ്റഗ്രൽ സൈക്കിൾ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്ത് ഇത് ഓൺ ഓഫ് ആക്കി പോവുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ വേറെ പേരുകളിട്ടും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഓൺ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ബേസ്റ്റ് ഫയറിങ്, പേരൊക്കെ ഓരോന്ന് എഴുതി വെച്ചോട്ടാ. ബേസ്റ്റ് ഫയറിങ്, അതുപോലെ സീറോ വോൾട്ടേജ് സ്വിച്ചിങ് എന്ന് വിളിക്കാറുണ്ട്. സിമിലർലി ഓക്കെ, അത്ര മതി, സീറോ വോൾട്ടേജ് സ്വിച്ചിങ്. ബാക്കിയുള്ള പേരുകളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇത് മൂന്നെണ്ണം ഓർത്തിച്ച് ബേസ്റ്റ് ഫയറിങ്, സീറോ വോൾട്ട് സ്വിച്ചിങ്, ഓൺ ഓഫ് കൺട്രോൾ. ക്ലിയർ? അപ്പം ഇതാണ് വേവ് ഫോം. ഓക്കെ, ഇതാ ഒരു സ്പെസിഫിക് സ്ഥലത്ത് ഓൺ സൈക്കിൾ ഒരു ട്രിഗറിങ്, പിന്നെ എന്താ കുറച്ചിങ്ങനെ ഓഫ് ആവും, പിന്നെ ഓൺ ആവും, പിന്നെ എന്താ ഓഫ് ആവും. ഈ ഓൺ ആവുന്ന സ്ഥലത്തിന് n നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് വരിക, ഓഫ് ആവുന്ന സൈക്കിൾസിൽ m നമ്പർ ഓഫ് സൈക്കിൾസ്. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് ഇനി ബാക്കി ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വേവ് ഫോം, ഇതാണ് അതിൻ്റെ ഫയറിംഗ് പൾസുകൾ. കണ്ടില്ലേ, ഒരു ട്രിഗർ കഴിഞ്ഞിട്ട് T1 T2 T1 T2 എന്ന് ഇങ്ങനെ പോകുന്നത്. അടുത്തത് ട്രിഗറിംഗ് പൾസ് കൊടുത്തു, ഇതാണ് കറണ്ട്. ഓക്കെ, the source energizes the load for n equal to 3 cycles. അത് ഈ വേവ് ഫോമിനാണ് കേട്ടോ. ഈ വേവ് ഫോമിൽ എത്ര സൈക്കിൾ ഉണ്ട്? 1 2 3. അപ്പോൾ ഈ ഓണിൽ എത്ര സൈക്കിൾ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 3 സൈക്കിളാണ് ഉള്ളത്, അങ്ങനെയാണ് കാണേണ്ടത്. ഓക്കെ, പിന്നെ when gate pulses are withdrawn the load remains off for m is equal to 3. ഇത് അവിടെ ഗേറ്റ് പൾസ് ഒഴിവാക്കുമ്പോൾ പിന്നെയും ഈ ഗേറ്റ് പൾസ് നമ്മൾ എന്ത് ചെയ്യുവാണ് വിഡ്രോ ചെയ്യുവാണ് അല്ലേ. അപ്പം ഇറ്റ് വിൽ റിമെയിൻ ഓഫ്. എത്ര സൈക്കിൾസിലേക്ക്? ഇത് 1 ഇത് 2 സൈക്കിൾ. അപ്പോൾ m ഈക്വൽ ടു 2, ഇവിടെ m ഈക്വൽ 3 എന്ന് എഴുതിയാൽ m ഈക്വൽ ടു 2 അല്ലേ, 2 സൈക്കിൾസ് അല്ലേ. അപ്പോൾ ദസ് ദ പ്രോസസ് ഓഫ് ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ഈസ് റിപ്പീറ്റഡ് ഫോർ ദ കൺട്രോൾ, ദാറ്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ ദ കൺട്രോൾ ഓഫ് ലോഡ് പവർ ബൈ വേരിയിങ് ദ നമ്പർ ഓഫ് n-ഉം m സൈക്കിൾസ് വേരി ചെയ്തിട്ട് പവർ ഡെലിവേർഡ് ടു ലോഡ് ക്യാൻ ബി റെഗുലേറ്റർ. നമുക്ക് ആവശ്യാനുസരണം പവറിനെ നമുക്ക് എന്ത് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം. നമ്മൾ ഈ m-ഉം n-ഉം എന്ത് ചെയ്താൽ മതി, വേരി ചെയ്താൽ മതി അല്ലേ. The power is delivered to load for n cycles. n cycles le power load like deliver ചെയ്യും. No load power is delivered to load for m cycles. It is the average power in the load that is controlled. ഈ നമ്മുടെ മൊത്തം ലോഡിലെ ആവറേജ് പവറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, 2-3 ഇക്വേഷനും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഓൺ ഓഫ് കൺട്രോളിംഗ് ആണിത്. ഓരോ സൈക്കിൾ വെച്ച് ഓൺ ഓഫ് കൺട്രോളാണ് ഈ പരിപാടി. അതിൻ്റെ റിസൾട്ട്സ് ജസ്റ്റ് പറയുവാണെങ്കിൽ ആ റിസൾട്ട്സ് ഒന്ന് എഴുതിയെടുത്തു. റിസൾട്ട്സൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം RMS വോൾട്ടേജ് പറയാം. ഓക്കെ, RMS വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇങ്ങനെ സിമ്പിളായി പഠിക്കാം, VS ഇൻറ്റു റൂട്ട് ഓഫ് K. ഓക്കെ, VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂ ഓഫ് സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, ഇത് എന്താണ്, RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇത് RMS വാല്യൂ ഓഫ് സോഴ്സ് വോൾട്ടേജ് ആണ്. ക്ലിയർ? ഈ K എന്ന് പറഞ്ഞാൽ K ഈസ് നത്തിങ് ബട്ട് ഡ്യൂട്ടി സൈക്കിളാണ് K. ഓക്കെ, K എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി n/n+. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടി എഴുതിക്കോ, VS ഇൻറ്റു റൂട്ട് ഓഫ് n/n+. ക്ലിയർ? ഈ VS നമുക്ക് വേണമെങ്കിൽ RMS വാല്യൂ എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒന്നും കൂടി വേണം മാറ്റി എഴുതാം, Vm/√2. അപ്പോൾ മൊത്തം ഇക്വേഷൻ ഇങ്ങനെ വരും. ഇത് ഇങ്ങനെ പഠിക്കുന്നതിന് വരെ ഇങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായി അല്ലേ. അപ്പോൾ VOR = VS ഇൻറ്റു റൂട്ട് ഓഫ് K, അല്ലെങ്കിൽ അപ്പോൾ K എന്ന് പറഞ്ഞാൽ എന്താണ് n/n+m എന്ന് കാണാം, VS എന്ന് പറഞ്ഞാൽ എന്താ Vm/√2 എന്ന് കാണാം. ഇതാണ് നിങ്ങളുടെ RMS ഔട്ട്പുട്ട് വോൾട്ടേജ്. RMS ലോഡ് കറണ്ട് കാണാൻ വലിയ പണിയൊന്നുമില്ല, യു ജസ്റ്റ് ഡിവൈഡഡ് ബൈ R. പിന്നെ പവർ ഡെലിവേർഡ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ VOR² ഡിവൈഡഡ് ബൈ R ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എസിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി VS² ഡിവൈഡഡ് ബൈ R ഇൻറ്റു n/n+m. n/n+m എന്ന് പറഞ്ഞാൽ K ആണെന്നറിയാം. സോ K ഇൻറ്റു
വി എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ഒന്നെങ്കിൽ വി ഒ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ അല്ലെങ്കിൽ കെ ഇൻറ്റു വി എസ് സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. പിന്നെ ഈ നമ്മുടെ ആർ എം എസ് കറണ്ട്, ഓക്കെ, ആർ എം എസ് വാല്യൂ ഓഫ് ഇൻപുട്ട് കറണ്ട്, അതാണ് ഐ എസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കേസിൽ ഇറ്റ് ഈസ് ആർ എം എസ് വാല്യൂ ഓഫ് ലോഡ് കറണ്ടാണ് കേട്ടോ. ആർ എം എസ് വാല്യൂ ഓഫ് ഇൻപുട്ട് കറണ്ടും ആർ എം എസ് വാല്യൂ ഓഫ് ലോഡ് കറണ്ടിനും ഈക്വലാണ് ഐ ഒ ആർ. ക്ലിയർ? പിന്നെ ഓർക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇൻപുട്ട് പവർ ഫാക്ടറാണ്. ഇൻപുട്ട് പവർ ഫാക്ടർ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് കെ. ഓക്കെ, ഇതൊക്കെ കുറേ ഡെറിവേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്, നിങ്ങൾ പഠിച്ചാൽ മതി. ഇൻപുട്ട് പി എഫ് ചോദിച്ചതിന് ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് കെ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അതുപോലെ ഇൻപുട്ട് വി എ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി എസ് ഐ എസ് അല്ലെങ്കിൽ വി എസ് ഇൻറ്റു ഐ ഒ ആർ, കാരണം ഐ എസ് ഐ ഒ ആർ ഈക്വലാണ്. സോ വി എസ് ഇൻറ്റു വി ഒ ആർ ഡിവൈഡഡ് ബൈ ആർ. ഐ ഒ ആർ എന്നാണ് വി ഒ ആർ ഡിവൈഡ് ബൈ ആർ. ഇക്വേഷൻസ് നോട്ട് കേട്ടോ. ഇൻപുട്ട് പവർ ഫാക്ടർ റൂട്ട് ഓഫ് കെ എന്നുള്ള കാര്യം കൂടി ഓർക്കാം. പിന്നെ ഉള്ളൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ഓഫ് തൈറിസ്റ്റർ കറണ്ട്. തൈറിസ്റ്റർ കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ, അതാണ് ഐ ടി എ. ഓക്കെ, ഇതും നിങ്ങൾ ഡിറൈവ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങളിത് പഠിച്ചാൽ മതി. കെ ഇൻറ്റു ഐ എം ബൈ പൈ. ഓക്കെ, കെ ഇൻറ്റു ഐ എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ, അപ്പോൾ കെ ഇൻറ്റു ഐ എം ബൈ പൈ ആണെന്ന് ഓർത്താൽ മതി. ഇതൊക്കെ ചോദിക്കുന്നുണ്ടെ ചോദിക്കുകയുള്ളൂ, ഇക്വേഷൻസൊക്കെ അറിഞ്ഞിരുന്നാൽ മതിയാവും, വേറെ കൂടുതൽ പരിപാടിയൊന്നുമില്ല കേട്ടോ. കെ ഇൻറ്റു ഐ എം ബൈ പൈ. അതുപോലെ ആവറേജ് വാല്യൂ ആണത്. ഇനി ഇതുപോലെ ആർ എം എസ് വാല്യൂ ഓഫ് തൈറിസ്റ്റർ കറണ്ട്, അതാണ് ഐ ടി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എം ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ 2. ഇതാണ് ആർ എം എസ് വാല്യൂ ഓഫ് തൈറിസ്റ്റർ കറണ്ട്. ഓക്കെ, ഐ ടി ആർ ഈസ് ഈക്വൽ ടു ഐ എം ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ 2. ഓക്കെ, ഇതും കൂടി ഓർക്കുക. അല്ലെങ്കിൽ ഇവിടെ ഐ എം ബൈ, നേരത്തെ ഇത് മാത്രം ഓർത്താൽ മതി നിങ്ങൾ. ഇവിടെ കെ ബൈ പൈ, നമ്മുടെ ഐ എം ബൈ പൈ ഇൻറ്റു കെ ആയിരുന്നു. ഇവിടെ ഐ എം ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് കെ. ഇങ്ങനെ പഠിച്ചാൽ മതി, അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാം. ഐ എം ബൈ പൈ ഇൻറ്റു കെയും ഐ എം ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് കെയും. ഓക്കെ, ഈ ഇൻ്റഗ്രൽ സൈക്കിൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് ഇക്വേഷൻസുമാണ്. ക്ലിയർ? അപ്പം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ദിസ് ഇൻട്രൊഡ്യൂസസ് ഓൺലി ലെസ് ഹാർമോണിക്സ് ഇൻറ്റു സപ്ലൈ സിസ്റ്റം. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഹാർമോണിക്സ് കുറക്കാൻ വേണ്ടിയുള്ളൊരു മെത്തേഡാണ് ശരിക്കും എന്ത്, ഈ ഓൺ ഓഫ് കൺട്രോൾ വരുന്നത്. ഓക്കെ, കുറച്ച് ഹാർമോണിക്സ് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി ഓർത്താൽ മതിയാവും. ഇൻ്റർണൽ സൈക്കിൾ കൺട്രോൾ ഈസ് ഓൾസോ നോൺ ആസ് ഓൺ ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ ബേസ്റ്റ് ഫയറിംഗ്, സീറോ വോൾട്ടേജ് സ്വിച്ചിങ്, അല്ലെങ്കിൽ സൈക്കിൾ സെലക്ഷൻ എന്ന് വിളിക്കും. ഇൻട്രൊഡ്യൂസസ് ലെസ് ഹാർമോണിക്സ് ഇൻ ടു ദ സപ്ലൈ സിസ്റ്റം. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, ഏതിനൊക്കെ യൂസ് ചെയ്യും, ഹീറ്റിംഗ് ലോഡ്സ് ആൻഡ് ഫോർ മോട്ടോർ കൺട്രോൾ ഡ്രൈവ്സ്. ഹീറ്റിംഗ് ലോഡ്സിനും മോട്ടോർ കൺട്രോൾ ഡ്രൈവ്സിലും അത് ഉപയോഗിക്കും. ഓക്കെ, ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ജസ്റ്റ് ഫോമുല ആപ്ലിക്കേഷനാണ്, നിങ്ങൾ ആൻസറൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി 6 തന്നിട്ടുണ്ട്. 6 ഫോർ 6 സൈക്കിൾസ് ഓൺ. അപ്പോൾ ഓൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൺ സൈക്കിൾ നമ്മൾ എങ്ങനെ എഴുതാറ്, എൻ അല്ലേ, ഓഫ് സൈക്കിളോ എം. ഓക്കെ, ഫസ്റ്റ് ഡിറ്റർമൈൻ എന്താണ്, ആർ എം എസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ആർ എം എസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ, വി എസ് ഇൻറ്റു റൂട്ട് ഓഫ് കെ അല്ലേ. അപ്പോൾ നിങ്ങൾ കെ എന്ന് പറഞ്ഞാൽ എന്താ, എൻ ബൈ എൻ പ്ലസ് എം ആണ്. അപ്പം ഇവിടെ എൻ എത്രയാണ്, 6/6+4, അപ്പോൾ 6/10 അല്ലേ, 6/10 അല്ലെങ്കിൽ 3/5. ഇത് സ്ഥിരമായിട്ട് പ്രോബ്ലത്തിൽ വരും അല്ലേ. അപ്പോൾ ഇവിടെ വി എസിന് പകരം 230 സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ വി എസ് എത്രയാണ്, 230. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോ, യു വിൽ ബി ഗെറ്റിംഗ് 178.157 വോൾട്ട്. ക്ലിയർ? അതുപോലെ അടുത്താണ് ഇൻപുട്ട് പവർ ഫാക്ടർ. ഇൻപുട്ട് പവർ ഫാക്ടർ നമ്മൾ പഠിച്ചു, എന്താണ്, റൂട്ട് ഓഫ് കെ ആണ്. അപ്പോൾ നേരത്തെ കിട്ടുന്ന റൂട്ട് തന്നെ ആയിരിക്കും, റൂട്ട് ഓഫ് n/n+m തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 3/5 ആയിരിക്കും. അതിൻ്റെ ആൻസർ 0.7746 ആണ്. ഓക്കെ, പിന്നെ ഇനി കാണാനുള്ളതാണ് നെക്സ്റ്റ് ഈ പ്രോബ്ലത്തിൻ്റെ ഇത് മാത്രം ചെയ്തു തരാം. അടുത്തതാണ് നമ്മുടെ പവർ ഡെലിവേർഡ് ടു ലോഡ്. പവർ ഡെലിവേർഡ് ടു ലോഡ് എന്ന് പറയുന്നത് എന്താണ്,
ഇറ്റ് വിൽ ബി ഒന്നെങ്കിൽ IOR² ഇൻറ്റു R ചെയ്യുക, അല്ലെങ്കിൽ VOR² / R ചെയ്യുക. ക്ലിയർ? പിന്നെ പീക്ക് തൈറിസ്റ്റർ കറണ്ട് നമുക്കറിയാലോ, ഇറ്റ് വിൽ ബി 230 ഇൻറ്റു √2 / 15 അല്ലേ, 6 അല്ലേ, അത് 6 ആണ്. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ് VM/R തന്നെയാണ് നമ്മൾ സാധാരണ. VM എന്ന് പറഞ്ഞാൽ 230 √2 ഇവിടെ 6 അല്ലേ. തൈറിസ്റ്റർ കറണ്ട്, ആവറേജ് വാല്യൂ ഓഫ് തൈറിസ്റ്റർ കറണ്ടോ, ഇറ്റ് ഈസ് K ഇൻറ്റു IM/π. ഓക്കെ, ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആ ഫോർമുലകൾ അറിയാമെന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ RMS വാല്യൂ ഓഫ് തൈറിസ്റ്റർ കറണ്ട് ITR എന്ന് പറഞ്ഞാൽ എന്താ, IM/2 ഇൻറ്റു √K. നിങ്ങൾ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, ഞാൻ ജസ്റ്റ് ഫോർമുലകൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ചോദിക്കുക വെച്ചാൽ ഇതിൻ്റെ സിംഗിൾ ഫേസ് ഇൻ്റർണൽ സൈക്കിളിൻ്റെ പ്രിൻസിപ്പിൾ അങ്ങനെ ചോദിച്ചു കാണാറില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ വോൾട്ടേജിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അതായത് ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ AC വോൾട്ടേജ് റെഗുലേറ്ററിൽ 0 വോൾട്ടേജ് വരുന്ന എവിടെയാണ്, സിംഗിൾ ഫേസ് ഫുൾ വേവിലാണ്. ഹാഫ് വേവിലുള്ള വോൾട്ടേജിന് വേറെ ഇക്വേഷൻസ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയോ, കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏതിൻ്റെ പ്രിൻസിപ്പിൾ, AC വോൾട്ടേജ് കൺട്രോളർ ഇത്രേ പഠിക്കാനുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. AC വോൾട്ടേജ് കൺട്രോളർ. ക്ലിയർ? ഇനി നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്കിനി കുറച്ച് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.